നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ന്യായം ആര് പറഞ്ഞാലും അത് ന്യായം തന്നെ ആകണം. നമ്മുടെ ശബ്ദതാരം ഭാഗ്യലക്ഷ്മി അമ്മയിലെ സ്ഥിരം അപരാധികളായ ലക്ഷ്മി പ്രിയയ്ക്ക് നൽകുന്ന ഉപദേശം, അതിൻ്റെ ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നു. 100% സത്യസന്ധമായ നിരീക്ഷണം. ഭാഗ്യലക്ഷ്മി പറഞ്ഞതുകൊണ്ട് സത്യസന്ധമായി പറയുന്നൊരു കാര്യം സത്യസന്ധമല്ലാതാവില്ലല്ലോ. ഹൻസിബയ്ക്ക് ഞാൻ മദ്യമൊഴിച്ചു കൊടുത്തു, ഹൻസിബ മദ്യപിക്കും, ഹൻസിബയ്ക്ക് ഒരാളോട് പ്രേമമുണ്ട്, ഇതൊക്കെ വിളിച്ചു കൂകാൻ നിങ്ങൾക്ക് ആര് സമ്മതം നൽകി എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ന്യായമായ ചോദ്യം. 2026 ഇപ്പോൾ വർഷമെന്നും ആരും കണക്കിലെടുക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അപഹാസ്യ ആകരുതെന്നും കാലം കടന്നുപോയതൊക്കെ നിങ്ങൾ അറിയണം എന്നെല്ലാം ലക്ഷ്മിപ്രിയ മാഡത്തിന് ഭാഗ്യലക്ഷ്മി കാര്യകാരണ സഹിതം ഉപദേശിക്കുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വല്ല ഗുണവും ലക്ഷ്മി പ്രിയയ്ക്ക് അല്ലെങ്കിൽ ലക്ഷ്മി മാഡത്തിന് ഉണ്ടാക്കിയെന്നെ. വെള്ളമൊക്കെ ഒഴുകി പോയിട്ട് ചിറകെട്ടിയിട്ട് ഒരു കാര്യവുമില്ല. എന്നാലും ഭാഗ്യലക്ഷ്മിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയില്ല, നിഷ്പക്ഷമായി. തീർച്ചയായിട്ടും അത് അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങൾ കണ്ടു നോക്കിയേ. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ലേ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനെ കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെക്കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ്, ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെക്കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ, ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട്
അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസിയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂചി കൊണ്ട് എടുക്കാവുന്നത് തൂമ്പ കൊണ്ട് എടുക്കരുതേ ടിനി ടോമേ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അടിസ്ഥാനപരമായി ടിനി, നിങ്ങളൊരു സ്വപ്ന ലോകത്തെ ബാലഭാസ്കറാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നെയിപ്പോൾ ടിനിക്ക് കടിച്ചു കയറാനുള്ള ദേഷ്യം കാണും. എന്നാലും ഞാൻ ഉള്ളത് പറയുക, ഒരു സ്വപ്ന ലോകത്തെ ബാലഭാസ്കറാണോ ടിനി എന്ന് തോന്നാറുണ്ട്. പ്രശസ്തനായൊരു പഴയ കോടമ്പക്ക നടൻ തന്നോട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് പ്രേം നസീറിനെ, അല്ലെങ്കിൽ പ്രേം നസീറിൻ്റെ അവസാന കാലത്തെ ദുരിതപർവം നിങ്ങൾ പരസ്യമായി പറഞ്ഞു. നിങ്ങളതിൽ പുലിവാലിലും പെട്ടു. നസീർ സാറിന് ഒരു ദുരിതപർവം വന്നിട്ടില്ല. ശരിക്കും എയറിലായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് ബോധ്യമായത് ടിനി പിടിച്ച പുലിവാൽ കണ്ടപ്പോഴാണ്. ഒടുവിൽ അടിയും കൊണ്ട് പുളിയും കുടിച്ച് എന്ന് പറഞ്ഞതുപോലെ പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ, നമ്മുടെ പ്രശസ്തനായ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ വിളിച്ച് കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞ് അവരുടെ ഓഫീസിൽ പോയി പ്രേം നസീറിൻ്റെ ബന്ധുക്കളോട് സമസ്ത അപരാധം പറഞ്ഞ് ടിനി തടിയൂരി. അന്ന് ടിനിയോടൊപ്പം കൂട്ടുപോയതാരാ? ഇന്ന് ടിനിക്കെതിരെ കോടതിയിൽ പോയിരിക്കുന്ന അൻസിബ. എൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെറ്റ് സംഭവിച്ചു പോയത്. പക്ഷേ ഞാൻ ഗുരുതുല്യരായി കാണുന്ന ചിലർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു പോയതാണ് എൻ്റെ തെറ്റ്. അതോടെ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്ന്. ഇന്നത്തെ കാലത്ത് ആരാണ് ഫേക്ക്, ആരാണ് ഒറിജിനൽ എന്ന് അറിയാൻ പറ്റില്ല ടിനി. പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ മുന്നിലും പരസ്യമായും ടിനി മാപ്പ് പറഞ്ഞ് ഊരിപ്പോന്നു. എരിവും പുളിയും കൂടുന്ന നാവല്ലേ, ഒരു തെറ്റ് പറ്റി. എല്ലാവരോടും മാപ്പ് എന്ന് പരസ്യമായി പറയുക മാത്രമല്ല. നമസ്കാരം, ഞാൻ ടിനി ടോം. ഞാൻ UK-യിലാണ്. വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ്? ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. നാട്ടുകാരെ കാണിക്കാനല്ല ഒരു റീത്തുമായിട്ട് ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സൂര്യ സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, എൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആരാധന കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിന്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർഷിപ്പ് കൊടുത്തു. ഇത്തവണത്തെ മീറ്റിങ്ങിന് നസീർ സാറിന്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ്
വാദിച്ച ഒരാളാണ്. അതിൻ്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്വത്തിനെ ഞാൻ ഒരു കാരണവശാലും മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, എന്നെക്കൊണ്ട് പറ്റൂല. കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ്, ഇൻഷാല്ലാ. പ്രേം നസീർ ഫൗണ്ടേഷനിൽ ടിനിയും അൻസിബയും മെമ്പർഷിപ്പും എടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് പിരിഞ്ഞത്. മെമ്പർഷിപ്പും എടുത്ത് നേരത്തും കാലത്തും ഈ ഒരൊറ്റ കാര്യം ടിനിക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ, ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, അൻസിബയെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞ് പുലിവാൽ പിടിക്കുമായിരുന്നു ടിനി. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഏൽപ്പിക്കുന്ന മുറിവുകളെപ്പറ്റി ഇനി എന്നാണ് ടിനി നീ പഠിക്കുന്നത്? നിൻ്റെ മകൻ കാണിക്കുന്ന പറയാൻ പറ്റാത്തത്ര തോന്നിയാസങ്ങൾ മതിയാക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴും മകനെ ന്യായീകരിക്കാനും നിനക്ക് അധികാര സ്ഥാനങ്ങളിലുള്ള ബന്ധത്തെപ്പറ്റി ഊറ്റം കൊള്ളാനുമാണ് ടിനി ശ്രമിച്ചത്. ഞാൻ വിടുവ പറയാറില്ല. എനിക്ക് വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ പരസ്യമായി പറയാറുള്ളൂ. നിങ്ങളുടെ പുക കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നടി തിരുവനന്തപുരത്തെ ചെങ്കച്ചുള്ള കോളനിയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ നടിയെ കാത്ത് കിടന്നതും ഷൂട്ടിംഗ് കഴിഞ്ഞ നടി മേക്കപ്പ് പോലും തുടയ്ക്കാതെ ആ കാറിൽ കയറി പോയതും ആ കാർ മരുതുംകുഴിയിലെ ഒരു വീട്ടിൽ പോയാണ് നിന്നതെന്നും അവിടെ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നടിയെ കാത്തിരിക്കുകയായിരുന്നുവെന്നും നടിയെ സ്വീകരിച്ച് ആനയിച്ച് ഒരുപാട് നേരം അവർ സംസാരിച്ചുവെന്നും സെക്രട്ടറിയെ കാക്കിയിട്ട് എന്തു തോന്നിയസവും കാണിക്കാൻ തൊലിക്കെട്ടിയുള്ള ഒരു മഹതി അന്ന് രാത്രി കണ്ടുവെന്നും 1 or 2 ദിവസത്തിനകം നിങ്ങളെ അറസ്റ്റ് ചെയ്യും, അത് ഉറപ്പാണ് എന്നും എത്രയും വേഗം മുൻകൂർ ജാമ്യത്തിന് നിങ്ങൾ നീങ്ങണമെന്നും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനോട് ഞാൻ പറഞ്ഞിരുന്നോ എന്ന് ദിലീപിനെ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും തിരക്കി നോക്കൂ. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ മുൻകൂർ ജാമ്യമെടുത്താൽ മലയാളി എന്ത് ധരിക്കും എന്ന് ദിലീപ് നിഷ്കളങ്കമായി എന്നോട് തിരക്കി. 85 ദിവസം ജയിലിൽ കിടന്നു അയാൾ. ടിനി, തെറ്റ് പറ്റാത്തവർ ഉണ്ടാവില്ല. ചെയ്തത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നവനാണ് ശരിക്കും ബുദ്ധിമാൻ. ഉറപ്പായും നിങ്ങൾക്ക് തെറ്റുപറ്റി അൻസിബയുടെ കാര്യത്തിൽ. പറയാൻ ഒരിക്കലും പാടില്ലാത്തതൊക്കെ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞു വച്ചു. ജോയി മാത്യു ഒക്കെ മനസ്സ് വച്ചാലും നിങ്ങൾ തെറ്റ് തിരുത്തില്ല. അഹന്ത, അധികാരസ്ഥാനങ്ങളിലെ പിടിപാട്, നിയമപാലകരിൽ ചിലരുമായുള്ള ചങ്ങാത്തം, പുല്ല് പോകാൻ പറ എന്ന് നിങ്ങൾ ധരിച്ചു. ഊരാൻ പറ്റാത്ത വകുപ്പുകൾ ഇപ്പോൾ നിങ്ങളുടെ പേരിൽ കോടതി പറഞ്ഞിട്ട് പോലീസുകാരിട്ടിരിക്കുകയാണ്. VD സതീശൻ വിചാരിച്ചാൽ പോലും നിങ്ങളെ ഇനി രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കോടതിയാണ് പോലീസിന് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനിയും വൈകിട്ടില്ല ടിനി. പക്വതയുള്ള ആരെങ്കിലും കൂട്ടി അൻസിബയുമായി പ്രശ്നം സംസാരിച്ച് തീർക്കാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കീഴ്ക്കോടതി ശിക്ഷിച്ചാൽ ഞാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകും, എൻ്റെ അതിനുള്ള കാശുണ്ട് എന്ന് ചിന്തിക്കേണ്ട ടിനി. സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കണ്ട. കടവന്ത്ര പോലീസ് ചാർജ് ചെയ്ത കേസിൽ അൻസിബയെ ജിഹാദിയെന്നും മത തീവ്രവാദിയെന്നും വിളിച്ചു എന്ന് FIRലുണ്ട്. പാലാരിവട്ട സ്റ്റേഷനിൽ കേസെടുക്കാത്ത മറ്റേ ഉത്തമ വനിതയ്ക്കും ഭർത്താവിനും മതിലകം സ്റ്റേഷനിലെ വനിതാ SIക്കും എതിരെയാണ് അൻസിബയുടെ കോടതിയിലെ മറ്റൊരു കേസ്. അത് പിന്നെ കോടതിക്ക് എളുപ്പമാകും പണി. എല്ലാം വീഡിയോയിൽ ഉള്ളതിനാൽ തെളിവ് തേടി പോലീസിന് നടക്കേണ്ട കാര്യമില്ല. ടിനിന് സാക്ഷിമൊഴി മാത്രമേ ഉള്ളൂ, നീനാക്കുറുപ്പിൻ്റെ. വീണ്ടും ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ടിനി, എത്രയും വേഗം വിവരമുള്ളവരെ കൂട്ടി അൻസിബയെ കണ്ട് പ്രേം നസീർ ഫൗണ്ടേഷനിൽ പറഞ്ഞതുപോലെ വൃത്തിയായി അങ്ങ് ക്ഷമ പറയും. അതാണ് ഭംഗി. വിനാശകാലെ
വിപരീത ബുദ്ധി ഉണ്ടാകും, അതൊന്നും കാട്ടണ്ട എന്നാണ് സ്നേഹത്തോടെ എനിക്ക് ടിനിയോട് പറയാനുള്ളത്. പുണ്ണില്ലാതെ പുഴുക്കുന്ന കാലമാണിപ്പോൾ. നമ്മുടെ IM വിജയൻ്റെ മകൻ്റെ വിവാഹം നടന്നതിലും വിവാദങ്ങൾ പലതരത്തിൽ തലപൊക്കുന്നു. IM വിജയൻ വിവാദങ്ങളിലൊന്നും ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാറില്ല. ശാന്തനാണ്. വളർന്നു വന്ന ജീവിതം പ്രശസ്തനായിട്ടും മറക്കാത്ത വ്യക്തിയാണ്. എന്നാൽ തൻ്റെ ജാതിയിൽ ശ്രദ്ധാലുവാണ് IM വിജയനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിനായകനെയും വേടനെയും ഒക്കെ കാണുമ്പോൾ വിജയൻ്റെ മുഖത്ത് 100 വാട്ട് CFL ലൈറ്റാണ് കത്താറ്. അതിപ്പോൾ വിജയം വിചാരിച്ചാൽ മാറ്റാനും കഴിയില്ല. അത് ജാതിബോധം മനസ്സിൽ ഉറച്ചു പോയതിനാലാണ്. അലിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തിലും ഏതിലും സൂക്ഷ്മദർശിനി വെച്ച് നോക്കുന്ന കാലമാണല്ലോ ഇപ്പോൾ. മകൻ്റെ കല്യാണത്തിന് നിലവിളക്കിൻ്റെ മുന്നിൽ ഷൂസ് വിജയൻ അഴിച്ചിട്ടില്ല. വിനായകനെ കണ്ടപ്പോൾ ജാതിബോധം തലപൊക്കി എന്നൊക്കെ ഫേസ്ബുക്കിലൊക്കെ തുടരെ വരുന്നു. എത്ര പണം സമ്പാദിച്ചാലും പഴയ കോളനി സ്വഭാവം മാറില്ല എന്നൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് കുത്തിക്കുറിക്കുന്നുണ്ട്. ഇവനൊക്കെ അറിവ് കൂടിപ്പോയത് കൊണ്ടാണ് തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയെന്നും വിജയൻ യാത്ര ചെയ്ത വെളുത്ത കാറിനെ ചൂണ്ടിക്കാട്ടിയും കുറിപ്പുകൾ വരുമ്പോൾ എതിർപക്ഷത്തും മറുപടികൾ കനക്കുകയാണ്. വിജയൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് ക്യാമറ കയറ്റി ഫോട്ടോ എടുക്കുന്നത് മാന്യതയും ഒരു ഓറഞ്ച് കുനിഞ്ഞെടുത്തത് അപമര്യാദയുമാകുന്നത് എങ്ങനെയാണെന്നും തന്തയ്ക്ക് പിറന്നതുകൊണ്ടാണ് അയാളുടെ നിറം കറുപ്പായതെന്നും അയാൾ വന്ന വെളുത്ത കാറിനെ ട്രോളുന്നത് എന്ത് സാമൂഹിക സന്തുലനാവസ്ഥയാണെന്നും ഒക്കെയാണ് എതിർപക്ഷം ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകൾ. ജാതി എന്നത് അതിതീവ്രതയോടെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത ഭയപ്പെടുത്തുന്നതാണെന്നുമൊക്കെ ചില വിവരമുള്ളവർ പറയുന്നുണ്ട്. ഇതേപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ജാതീയത വൺ വേ ആകരുത്. ഞങ്ങൾ പറയും, ഞങ്ങൾ ചിന്തിക്കും, നിങ്ങളങ്ങനെ ചിന്തിക്കേണ്ട എന്ന ചിന്തയാണ് ആദ്യം മാറേണ്ടത് സമൂഹത്തിൽ എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ പുറത്ത് കുതിര കയറാൻ വരണ്ട. അടുത്ത കഥ ജയറാമിൻ്റെ വിചിത്രമായ സംസാരത്തെപ്പറ്റി. നമ്മളൊരു പ്രോഗ്രാം ചെയ്തപ്പോഴാണ് മലയാളി ഈ നടനെ എത്രമാത്രം വെറുക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായത്. ഒരു പക്ഷേ ജയറാം രാജസേനുമായി അകന്നതിൽ ന്യായം രാജസേനൻ്റെ ഭാഗത്താണെന്നോ തെറ്റ് മുഴുവൻ ജയറാമിൻ്റെ ഭാഗത്താണെന്നോ ജനം വിധി എഴുതിയിരിക്കാം. പക്ഷെ അത് ശരിയാവണമെന്നുമില്ല. എന്തായാലും ജയറാം ജോഷി സാറിൻ്റെ 2020 ക്ലൈമാക്സ് സീനിൽ ഇല്ലാതെ പോയതിനെപ്പറ്റി 4 ക്യാമറകളിൽ 4 രീതിയിൽ പറഞ്ഞത് ഞാൻ തുറന്നു കാട്ടിയപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ പ്രോഗ്രാം 1,00,000-ലധികം പേർ കാണുകയും ഒരുപാട് പേർ എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. എനിക്ക് ജയറാമിനോടൊരു പരിഭവവും പരാതിയും ശത്രുതയുമില്ല. വാക്ക് പാലിക്കാത്ത പറഞ്ഞത് മാറ്റിപ്പറയുന്ന നട്ടാൽ കുരുക്കാത്ത കള്ളം എന്നോട് പറഞ്ഞ ജയറാമിനെ ഞാൻ എൻ്റെ ഗുഡ് ബുക്കിൽ നിന്നും മാറ്റിയിട്ട് വർഷം 5-6 അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമായി ഒരു എപ്പിസോഡിൽ പറഞ്ഞതിനാൽ വീണ്ടും പറയുന്നില്ല. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ. ദുഷ്ടനെ കണ്ടാൽ ദൂരെ എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. ഞാനത് എപ്പോഴും പ്രാവർത്തികമാക്കും. ഒരു വിവാഹത്തിന് തിരുവനന്തപുരത്തെ ശ്രീമൂലം ക്ലബ് ഹാളിൽ വെച്ച് ഞാൻ പാർവതിയെ കണ്ടു. എന്നെ കണ്ട ഭാവം അല്ലെങ്കിൽ പരിചയമുള്ള ഭാവം പാർവതി കാണിച്ചില്ല. ജയറാമിനോട് എനിക്കുള്ള ഈ
പിണക്കം അതാണ് പാർവതിയുടെ മുഖത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. 100% അപരിചിതയെപ്പോലെ നിന്നു സുഹൃത്തുക്കളായ ചില നടികളുടെ കൂടെ. അങ്ങനെ വിട്ടുകൂടല്ലോ എന്ന് എനിക്ക് തോന്നി. പിന്നിൽ ചെന്ന് പാർവതിയുടെ മുതുകത്ത് ഒരു വിരൽ വച്ച് ഞാനിങ്ങനെ തൊട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭവ്യതയോടെ, കൃത്രിമമായ ഭവ്യതയോടെ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ദിനേശ് എന്നാണ്, എനിക്കറിയാം എന്ന് തൂറിയെറിഞ്ഞ മാതിരി പാർവതി ഉത്തരം പറഞ്ഞു. സത്യത്തിൽ ആ ദേഷ്യം, നിസ്സഹായയായ മുഖം കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അവിടെ നിന്ന് ചിരിക്കാൻ പറ്റുമോ? പാർവതി കൂടുതൽ ദേഷ്യപ്പെടില്ലേ? സ്വയംവരപ്പന്തലിൻ്റെ ഡബ്ബിങ്ങിന് ജയറാം വന്നപ്പോൾ മകൻ കണ്ണൻ എന്ന കാളിദാസനെയും കൊണ്ടുവരുമായിരുന്നു. എന്തു നല്ല ക്യൂട്ടായ കുട്ടിയായിരുന്നു എന്നറിയോ കുട്ടിക്കാലത്ത് കണ്ണൻ. എൻ്റെ വീട് അപ്പൂൻ്റെയും ചെയ്ത സമയമായിരുന്നു സിബിമലയിലെ. അതിൽ മികച്ച നടൻ്റെ ബാലനടൻ്റെ അവാർഡൊക്കെ വാങ്ങിച്ചതാണ്, സംസ്ഥാന അവാർഡ്. തമിഴനായി ജയറാം വളർത്തിയതിൻ്റെ കുഴപ്പം കണ്ണനുണ്ടത്രേ. ശരിക്കും അണ്ണാച്ചിയായിപ്പോയി കണ്ണൻ. മലയാളം എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. ഹാപ്പി സർദാറിൻ്റെ സെറ്റിൽ മലയാളം ഡയലോഗ് ഇംഗ്ലീഷിൽ എഴുതിയെടുത്ത് പഠിച്ച് പറഞ്ഞതാണത്രേ. കേട്ടപ്പോൾ എനിക്ക് ജയറാമിനോട് പുച്ഛമാണ് തോന്നിയത്. നല്ല മലയാളി പയ്യനായി വളർത്താതെ തമിഴനാക്കാൻ കൊണ്ടുപോയി. തമിഴുമില്ല മലയാളവുമില്ല ഇപ്പോൾ. തള്ളയെങ്കിലും മലയാള മക്കളെ മലയാളം പഠിപ്പിക്കണമായിരുന്നു. പോട്ടെ, ഇനി നടക്കില്ലല്ലോ, കാരണം കതിരിന്മേൽ കൊണ്ടൊന്ന് വളം വച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. പറയാൻ വന്നത്, നടി ഉഷ ഹസീനയുടെ സഹോദരൻ അനുജൻ ഹസീബ് ജയറാം അയച്ച പഴയ ഓഡിയോകളും ഈ പറഞ്ഞവൻ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്ന ഹസീബിൻ്റെ ശബ്ദ സന്ദേശവും എനിക്ക് വീണ്ടും വീണ്ടും അയച്ചു തന്നു. അയാളുടെ ഒരു പാവം നിസ്സഹായ അവസ്ഥ കൊണ്ടായിരിക്കാം. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. പടച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. ഒരുപാട് സന്തോഷം മോളോട് പറയണം. മോൾക്ക് എല്ലാ ആശംസകളും പറയണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാനഡയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം പോകുന്നുണ്ടാവും. അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡയ്ക്ക് പോകുന്നത് അറിയില്ല. എന്തായാലും മോളുടെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ. 5 വർഷം 4 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ് കേട്ടാ. ഇതും 4 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്. ജയറാമേ, തേൻ പുരട്ടിയ വർത്തമാനം അല്ല ഹസീബിനിപ്പോൾ ആവശ്യം. അയാൾ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. തൻ്റെ മോനെ വച്ചുള്ള ഹാപ്പി സർദാർ വീണതിൻ്റെ സ്ട്രോക്കാണ് അയാൾക്കുണ്ടായതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു. ഇനിയും സമയം വൈകിട്ടില്ല, 3-4 വർഷമല്ലേ പോയുള്ളൂ. ഒന്ന് പോയി കാണണം ജയറാമേ. പടത്തിന് എന്തെങ്കിലും തട്ടുപറ്റിയാൽ ഞാനില്ലേ ഹസീബേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ മോനോട് എല്ലാ വെളുപ്പാങ്കാലത്ത് വിളിച്ച് പറയും, ഹസീബാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഹാപ്പി സർദാർ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും
ഹസീബിൻ്റെ വയറ് നിറയില്ല, മരുന്നും വാങ്ങിക്കാൻ കഴിയില്ല. ഒന്ന് പോയി കാണു ജയറാമേ. ഞാൻ ജയറാമിനോട് ചോദിക്കുന്നതേ, നിങ്ങൾ മിമിക്രി കളിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ടാക്കും? നിങ്ങൾ സിനിമാ നടനായി, ഭാഗ്യവാനായ സിനിമാ നടനായപ്പോൾ എത്ര കോടി സമ്പാദിച്ചു? ജയറാമേ, ജയറാമിനും പാർവതിക്കും 2 മക്കൾക്കും ഒരു ദിവസം കഴിയാൻ എത്ര രൂപ വേണം ജയറാമേ? അതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങളുണ്ടാക്കിയില്ലേ? നിങ്ങളിൽ ഒരുപാട് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് മദ്രാസിലെ ചോളയിൽ ചെന്നിട്ടേ നിങ്ങളും പാർവതിയും 2 മക്കളും കൂടെ ചേർന്ന് 4 ഊണുണ്ണോ? ഓരോ ഊണല്ലേ ഉണ്ണാൻ പറ്റൂ? അല്ല, ഞങ്ങളിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 4 ഊണ് വീതം ഉണ്ണും എന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആ ഹസീബിനെ സഹായിക്ക്. നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ചെറിയ മോചനം കിട്ടണമെങ്കിൽ ആ ഹസീബിനെ എന്തെങ്കിലും സഹായിക്ക് പോയി കണ്ടിട്ട്. സലിം കുമാറിന് സ്മാരകം പണിയേണ്ടത് സാധാരണക്കാരുടെ നികുതി പണം കൊണ്ടല്ല എന്ന രൂക്ഷ വിമർശനവുമായി മാമുക്കോയുടെ മകൻ നസീർ രംഗത്ത് വന്നിരിക്കുന്നു. എനിക്ക് നസീറിനെ ഇഷ്ടമാണ്, ഈ പറഞ്ഞുകൊണ്ടല്ല. പക്ഷേ സലിം കുമാർ ജീവിച്ചിരുന്നപ്പോൾ പറയണമായിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പുല്ല് കാക്കയ്ക്ക് തൂറാനുള്ള പ്രതിമ ഉണ്ടാക്കി വയ്ക്കരുത് എന്ന് പറയണമായിരുന്നു. ഏതായാലും അയാൾ മരിച്ചപ്പോൾ അയാൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നല്ലോ, ഒരു ചടങ്ങ് നടത്തരുത്, എടുത്തങ്ങ് കത്തിച്ച് കളയണേ എന്ന് പറഞ്ഞിരുന്നല്ലോ. അത്രയും വിശാലമായി ചിന്തിക്കുന്ന ആൾ ഇത് ചിന്തിച്ച് കാണില്ല. വി.ഡി. സതീശൻ സതീഷ് മേനോൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും സലിംകുമാർ കരുതി കാണില്ല. നികുതി പണം കൊണ്ട് സ്മാരകം പണിയുന്നതിന് പകരം സിനിമാ സംഘടനകളോ സന്നദ്ധ സംഘടനകളോ ഈ സംരംഭം ഏറ്റെടുക്കണമെന്നാണ് മാമുക്കോയുടെ മകൻ്റെ നിലപാട്. സലിംകുമാറിന് ആദരം നൽകേണ്ടത് സാമൂഹിക ഉപകാരപ്രദമായ പദ്ധതികളിലൂടെ ആകണമെന്നും നസീർ പറയുന്നു. തൻ്റെ പിതാവ് മാമുക്കോയ്ക്ക് സമാനമായ ആദരം ലഭിച്ചില്ല എന്നും ഓണത്തിനിടെ പുട്ടുകച്ചവടം എന്ന് പറയും പോലെ ഇതിനിടെ കൂടെ സലീം പറയുന്നുണ്ട്, നാസർ പറയുന്നുണ്ട്. വാപ്പായ്ക്ക് സ്മാരകം പൊതു ഖജനാവിൽ നിന്നെടുത്ത് പണിതാൽ അതിനെയും എതിർക്കുമെന്നും നസീർ പറയുന്നു. പിന്നെ ആര് കെട്ടും നസീറെ പൈസ മുടക്കി? നസീറെ, ഇത് സലിം കുമാറിനോടുള്ള സ്നേഹം കൊണ്ടോ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം സലിംകുമാർ ഉപ്പ് കുറുക്കാൻ പോയതിനാലോ അല്ല സതീഷ് മേനോൻ ഇങ്ങനെയൊക്കെ വച്ച് കാച്ചുന്നത്. വെറും ഉപകാര സ്മരണ മാത്രം. അത് ചന്തുവിനെ നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. തീരെ ശ്വാസം കിട്ടാതിരിക്കുമ്പോഴും സതീഷ് മേനോന് വേണ്ടി വോട്ട് പിടിക്കാനും പിണറായിയെ 4 പറയാനും സലിംകുമാർ ചെന്നു. അതിൻ്റെ ഉപകാര സ്മരണയാണിത്. സ്മാരകത്തിന് തുക വകയിരുത്തുന്നതിന് ബജറ്റിൽ എപ്പോഴും തുക മാറ്റിവെക്കാറുണ്ട്. ഇവിടെ ആരുടെയെല്ലാം പേരിൽ കാക്കയ്ക്ക് തൂറാനായി പ്രതിമകൾ റോഡരികിൽ വയ്ക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 3000 കോടി മുടക്കി സർദാർ വല്ലഭായ് പട്ടേലിന് പ്രതിമ നിർമ്മിച്ച നാടല്ലേ നസീറെ ഇന്ത്യ. ചിറയൻകീഴിൽ ഗ്രന്ഥശാലയടക്കം പ്രേം നസീറിനായി പണിതിട്ടും തീരാതെ സർക്കാർ പണിയുകയാണല്ലോ നസീർ സാറിന് സ്മാരകം. തിരുവനന്തപുരം വാട്ടർ വർക്സിൻ്റെ വലിയ കോമ്പൗണ്ടാണല്ലോ, അതിൽ നിന്നും സർക്കാർ സ്ഥലം അനുവദിച്ചു. എന്തിന്? പ്രേം നസീറിൻ്റെ പ്രതിമയുണ്ടാക്കി വയ്ക്കാനായിട്ട്. പ്രേം നസീർ ട്രസ്റ്റ് സ്വബോധമില്ലാത്ത ഒരു ശില്പിക്ക് ലക്ഷങ്ങൾ വാരി കൊടുത്തിട്ട് ഇപ്പോൾ 10-12 വർഷമായി കൊടുത്തിട്ട് പണിതിട്ടും ശില്പി നസീർ സാറിനെ ഇതേവരെ പണിഞ്ഞു തീർന്നില്ല. പണ്ടാണെങ്കിൽ നമ്മുടെ ജി സുരേഷ് കുമാർ, അദ്ദേഹമാണ് ഇതിൻ്റെ തലവൻ, ശില്പിയുടെ കൈയും കാലും അടിച്ചൊടിച്ചതിനെ ഉറപ്പായിട്ട്. ഈ പുല്ലൻ ഇനി ആരെയും ശില്പമുണ്ടാക്കാം എന്ന് പറഞ്ഞ് വലിപ്പിക്കരുതെന്നും സുരേഷ് കുമാർ പറഞ്ഞനെ. സുരേഷിൻ്റെ മനസ്സിനിപ്പോൾ പ്രായമായി. പുല്ല് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കും. ഒരുപാട് വാചകമടിക്കുന്ന നമ്മുടെ ഗ്യാസ് മന്ത്രി ഉണ്ടല്ലോ, ശില്പിയോട് ഭാ പുല്ലേ എന്ന് പോലും മിണ്ടുന്നില്ല. ശില്പി ഗഹനമായ ചിന്തയിലാണ് 10-12 വർഷമായിട്ട് നസീർ സാറിൻ്റെ പ്രതിമയെപ്പറ്റി. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ബാറി കയറ്റി ഞങ്ങളെല്ലാം സ്നേഹത്തോടെ പൂച്ച സുരേഷ എന്ന് വിളിക്കുന്ന
സംവിധായകൻ സുരേഷ് കൃഷ്ണയെ ഏതെങ്കിലും ഒരു ബാറിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് 4 പെഗ് വാങ്ങിക്കൊടുത്ത് ടൈറ്റാക്കണം, എന്നിട്ട് നസീർ സാറിൻ്റെ പ്രതിമ ചെയ്യുന്നവൻ്റെ മുന്നിൽ കൊണ്ടാക്കി കൊടുക്കണം. പാറ കീറുന്നത് പോലെ പൂച്ച അയാളെ വലിച്ച് കീറിയാൻ അല്ലെങ്കിൽ കടിച്ച് കീറിയാൻ ഉറപ്പാണ്. ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്, ആരെങ്കിലും ഒരുത്തൻ ചത്ത് കിട്ടിയാലുടൻ ഒരു സംഘടന ഉണ്ടാക്കും, പ്രതിമ സ്മാരക കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങും. ജ്ഞാനപീഠം ലഭിച്ച MT വാസുദേവൻ നായർക്കും ONV കുറുപ്പിനും സ്മാരകം പണിയാൻ ഇവിടെ ആളില്ല. ഭരത് ഗോപി അടക്കം, മുരളി അടക്കം, ലോഹിതദാസും ഭരതനും പത്മരാജനും P ജയചന്ദ്രനും അടക്കം ഒന്നും പണിയാൻ ഒരുത്തനുമില്ല. എന്തിനേറെ സിനിമയ്ക്ക് വേണ്ടി ആത്മാഹൂതി ചെയ്ത ജയേട്ടന് വേണ്ടി പോലും ഒരു സ്മാരകം പണിയാൻ ഇവിടെ ആളില്ല. തനിക്കായി വോട്ട് പിടിക്കാൻ വന്നാൽ സ്മാരകം റെഡിയാക്കും. അതാണ് വർത്തമാനകാല കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അജിത് വിനായകൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ല. അദ്ദേഹമാണ് ദിലീപ് നായകനായ ബാന്ദ്രയുടെ നിർമ്മാതാവ്. കൊട്ടാരക്കരക്കാരനാണ്. കക്ഷിയുടെ A to Z കാര്യങ്ങൾ ബാന്ദ്രയ്ക്ക് മുമ്പും ബാന്ദ്രയ്ക്ക് ശേഷവുമുള്ളതെല്ലാം എനിക്കറിയാം. കൊട്ടാരക്കര ഗണപതിയുടെ മുന്നിൽ വച്ച് ആർഭാടപൂർവ്വം ബാന്ദ്രയുടെ പൂജ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനോഹരമായ ഒരു സിനിമ, രാമലീലയ്ക്കും അപ്പുറം വിജയമാകുന്ന ഒരു ചിത്രം ദിലീപും അരുൺ ഗോപിയും കൂടി കാച്ചിക്കളയുമെന്നൊക്കെ എനിക്ക് തോന്നി. കോടികൾ ശമ്പളം വാങ്ങിക്കുന്ന തമന്നയും ദിലീപും കലക്കും എന്നും കരുതി. കലങ്ങി. ആര്? നിർമ്മാതാവ്. 2 കോടിയോ മറ്റോ പ്രതിഫലം സംവിധായകനും 1 കോടി രൂപ തിരക്കഥാകാരനും ഒക്കെ കൂടി വാങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഇതൊക്കെ സിനിമയിൽ കാണും എന്ന് ഞാൻ ആശിച്ചു. 2 കോടി കൊടുക്കുമ്പോൾ ആ സംവിധായകൻ അത്രയും ആത്മാർത്ഥമായിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുമെന്ന് വിചാരിച്ചു. അതുപോലെ 1 കോടി തിരക്കഥയ്ക്ക് വാങ്ങിച്ചതുകൊണ്ട് തിരക്കഥയിലും വളരെ മികവുണ്ടാകും എന്ന് ഞാൻ കരുതി. ദിലീപിൻ്റെ അത്രയും ഹൈറ്റുള്ള ചുരുട്ടും വായിൽ കുത്തിത്തിരികി തെങ്ങ് കയറാൻ പോകുന്ന ബംഗാളി കൊണ്ട് കിടക്കുന്ന സൂത്രം പോലെ ഓരോ കേട്ട് തോക്കും പിടിച്ച് ദിലീപിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ദിലീപിന് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പേ, തിയേറ്ററിൽ ബാന്ദ്ര കണ്ട് തീരാൻ സകലമാന ദൈവങ്ങളെ ദൈവവിശ്വാസിയല്ലാത്ത ഞാൻ അറിയാതെ വിളിച്ചുപോയി. ചെലവ് ചുരുക്കി നല്ല ഹ്യൂമർ പടങ്ങൾ ചെയ്തിരുന്ന, വിജയിപ്പിച്ചിരുന്ന ദിലീപിന് എന്നാണ് ചുവടുകൾ പിഴച്ചതെന്ന് ബാന്ദ്ര കണ്ട് മടങ്ങുമ്പോൾ ഞാൻ അറിയാതെ ചിന്തിച്ചു. നിങ്ങളുടെ ആ പഴയ സ്ഥാനം ബേസിൽ അടിച്ചുകൊണ്ട് പോയി വിജയിപ്പിച്ചിട്ടും നിങ്ങൾ പഠിച്ചില്ല അല്ലേ ദിലീപേ? ഇപ്പോൾ അജിത് വിനായകൻ ബാന്ദ്രയെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല. ബാന്ദ്ര സാറ്റലൈറ്റ് OTT അങ്ങനെയുള്ള ഒന്നും വിൽക്കാനായി സംവിധായകൻ ശ്രമിക്കുന്നുമില്ല എന്നാണ് അജിത് വിനായകൻ പറയുന്നത്. അരുൺ ഗോപി വിചാരിച്ചാൽ ഈ കൂതറപ്പടം വിൽക്കാനാവില്ല അജിത്തെ. 12 കോടിക്ക് സിനിമ തീർത്ത് തരാം എന്ന് പറഞ്ഞിട്ട് 35 കോടിയാണ് സിനിമ തീരുമ്പോൾ ചിലവായത്. 3 കോടി രൂപയാണ് ആകപ്പാടെ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയതെന്നും നിർമ്മാതാവ് പറയുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? 35 കോടി മുടക്കി 3 കോടി കിട്ടി. നമ്മളിതൊക്കെ തുറന്ന് പറയുമ്പോൾ ദിലീപിനും ഒരുപക്ഷെ വിഷമമാകാം. ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഇത്ര രൂപയെ സാറ്റലൈറ്റ് OTTയിൽ കിട്ടൂ എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ദിലീപ്. 12 കോടിക്ക് ഫസ്റ്റ് കോപ്പി, പിന്നെ അത് 17 കോടിക്ക് ഫസ്റ്റ് കോപ്പി എന്നൊക്കെ കള്ള ബജറ്റിട്ട് സംവിധായകൻ നിർമ്മാതാവിനെ നന്നായി പറ്റിക്കുമ്പോൾ ഈ കാണിക്കുന്നത് തന്തയില്ലായ്മത്തരം ആണെന്ന് പറയാനുള്ള ബാധ്യതയെങ്കിലും ദിലീപിനില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 12 കോടിയിൽ തുടങ്ങിയ സിനിമ 35 കോടിയിലെത്തുമ്പോൾ അത്രയും കാശ് മറിക്കാനാവാത്ത ഒരാളായിരുന്നു അജിത് വിനായകനെങ്കിൽ ബാന്ദ്ര എന്താകുമായിരുന്നു എന്നെങ്കിലും ദിലീപ് ചിന്തിക്കണ്ടേ? ഒരു പടം ഓടിയാൽ വന്ന വഴി മറക്കുന്ന ഇത്തരം ഐറ്റംസുകളെ ഇനിയെങ്കിലും
ദിലീപ് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയും. ഇവിടെ 148 സിനിമാ സംഘടനകളുണ്ട്. 12 കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞ പടം 35 കോടിയാക്കിയെങ്കിൽ ആ സംവിധായകനെ ചാപ്പ കുത്തി മാറ്റി നിർത്തണ്ടേ? ഇനി നീ മുട്ടയിടണ്ട എന്ന് പറയണ്ടേ? പക്ഷെ അതാരും പറയുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ തുടരെ ഓരോ സംവിധായകന്മാരും ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. നേരിലൊരിക്കലും പരിചയമില്ലാത്ത നടനാണ് എനിക്ക് ബാബു ആൻ്റണി. അദ്ദേഹം നമ്മുടെ ചാനലും എൻ്റെ ചർച്ചകളും ഒക്കെ കണ്ടിട്ട് അമേരിക്കയിൽ നിന്ന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. കൂടെ ചില പോസ്റ്റുകളും എനിക്ക് അയക്കാറുണ്ട്. അദ്ദേഹം അടുത്തേ കൊടുത്ത ഒരു അഭിമുഖം യാദൃച്ഛികമായി കാണാനിടയായി. പൂവിന് പുതിയ പൂന്തന്നലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യവനെ പിടിച്ച് ആ പാലത്തിൽ നിന്ന് താഴെ ഇട്ടൂടെ എന്ന് മമ്മൂട്ടിക്ക് അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഊമയായ ഒരു കൊച്ചിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാമോ എന്നൊക്കെ സിനിമാക്കാരനായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആ കൊച്ചു ക്യൂട്ടായ പെൺകുട്ടിയാണല്ലോ ആൺകുട്ടിയായത്. അതിൽ ആ കുഞ്ഞിനെ ഇങ്ങനെ നോവിക്കുന്ന കണ്ടപ്പോൾ യവനെ പിടിച്ച് താഴെ പാലത്തിൽ നിന്ന് താഴെ ഇടാനായിട്ട് സ്ക്രിപ്റ്റിൽ പാച്ചിക്കൊക്കെ എഴുതിക്കൂടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര വെറുപ്പായിരുന്നു എനിക്ക് ആ പടം കണ്ടപ്പോൾ. ഭരതൻ്റെ വൈശാലി കണ്ടിരിക്കുമ്പോൾ ലോമപാത മഹാരാജാവായി നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദം കടം വാങ്ങി ബാബു ആൻ്റണി നെടുനെടാന്ന് നിന്ന് അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ഭരതൻ്റെയും MGയുടെയും ദീർഘ വീക്ഷണത്തെപ്പറ്റിയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. എന്ത് രസമായിട്ട് ബാബു ആൻ്റണി ആ വേഷം ചെയ്തു. ഇടയ്ക്ക് ആ ചാർമള എന്ന നടി പ്രേമ നൈരാശ്യത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട വാർത്ത കേട്ടപ്പോൾ CB മലയിലിൻ്റെ ധനം കണ്ടിരിക്കുമ്പോൾ ഇവളെ എത്രമാത്രം ഇഷ്ടമായിരുന്നു എനിക്കെന്നും, എടാ ദ്രോഹി എന്തിനടാ പെങ്കൊച്ചിനെ വഞ്ചിച്ചതെന്നും ഞാൻ ചിന്തിച്ചിരുന്നു. നിങ്ങളുടെ ചന്തയിലും തേങ്ങയിലുമൊക്കെ നായകനായ ബാബു ആൻ്റണി ഒരു നല്ല ബോർനാണോ എന്ന് തിരക്കഥാകാരൻ കലു ഡെന്നിസിനോട് ഞാനപ്പോൾ ചോദിക്കുക പോലും ചെയ്തു. എന്നാലും ബാബു ആൻ്റണിയെ എനിക്കിഷ്ടമാണ്. അയാളേക്കാൾ ഉയരമുള്ള മകനോടൊപ്പം മദാമ്മ ഭാര്യയോടൊപ്പവും നന്നായി ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നും ഇയാളൊരു പാവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിലും സിനിമയിലെ വില്ലന്മാരെല്ലാം മഹാപാവങ്ങളാണെന്നേ. എനിക്കൊരു പഞ്ചായത്ത് അവാർഡുകൾ പോലും ഇതേവരെ ലഭിച്ചിട്ടില്ല എന്നും, ഒന്ന് കണ്ണടച്ചാൽ ശവമടക്ക് പ്ലാൻ ചെയ്യുന്ന നാടാണ് നമ്മുടെ കേരളമെന്നും, 40 വർഷത്തേക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചിലമ്പ് മുതൽ ബസൂക്ക വരെയുള്ള യാത്ര ഒരുപാട് മുഖങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ബാബു ആൻ്റണി പറയുന്നത്. മറക്കാത്ത മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ 3 വ്യത്യസ്ത സിനിമകൾ തന്ന ഭരതേട്ടൻ, ചിലമ്പ്, പ്രണാമം, വൈശാലി, 3 ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ പാച്ചിക്ക, പൂവിന് പുതിയ പൂന്തന്നൽ. 5 ഭാഷകളിൽ പൂവിന് പുതിയ പൂന്തന്നൽ റീമേക്ക് ചെയ്തപ്പോൾ 5ലും ബാബു ആൻ്റണി തന്നെയായിരുന്നു പ്രധാന വില്ലൻ. എനിക്ക് തോന്നുന്നു ന്യൂഡൽഹിയിൽ ത്യാഗരാജന് ഇതുപോലെ എല്ലാ ഭാഷയിലും അഭിനയിച്ചു തോന്നുന്നു. ജോഷി, IV ശശി, MP സുകുമാരൻ നായർ ഒക്കെ ഓർമ്മയിൽ നിന്ന് എന്നെ സഹായിച്ചവരാണെന്ന് ബാബു ആൻ്റണി പറയുന്നു. നിങ്ങളെ നായകനാക്കാൻ ധൈര്യം കാണിച്ച കലു ഡെന്നിസിനെ നിങ്ങൾ മറന്നു അല്ലേ ബാബു ആൻ്റണി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ആദ്യമായി സംവിധാനം ചെയ്ത ബസൂക്കയിൽ പോലും നിങ്ങൾക്ക് വേഷം നൽകിയ ആളായിരുന്നു കലൂരാൻ. ബാബു, നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത പേരുകാരനാണ്. ഇവിടെ ഒരുപാട് പേര് അദ്ദേഹത്തെ മറന്നു. അദ്ദേഹം താമസിക്കുന്ന എവിടെയെന്ന് പോലും അറിയില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത അയാൾ സഹായിച്ച ഒരുപാട് പേര് മലയാള സിനിമയിലുണ്ട്. 7 ഭാഷകളിൽ ഇംഗ്ലീഷ്, സിംഹള, തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായി 160ഓളം സിനിമകൾ ചെയ്ത ആളാണ് ബാബു ആൻ്റണി. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ജീവിതത്തിൽ പ്രണയം വേട്ടയാടി എന്നൊക്കെ ന്യായീകരിക്കേണ്ടായിരുന്നു ബാബു. അതൊരു ചതി തന്നെയാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ഞാൻ പറയും. അതിൻ്റെ കുറേ കാര്യങ്ങൾ പലരും പറഞ്ഞ് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ ചതിച്ചു എന്ന് പറയരുത്. ഇനിയെങ്കിലും അത് മഹാപാപം കിട്ടും. വീട് കത്തുമ്പോഴേ
വാഴ വെട്ടുന്ന ചിലരുണ്ട്. അങ്ങനെ പറയുന്ന കണക്കുള്ള ഒരു സംഭവം അറിഞ്ഞോ? അമ്മയിലിപ്പോൾ ആകെപ്പാടെ ചക്കളത്തി പോരാട്ടമാണല്ലോ. ആ സമയത്ത് അമ്മയിൽ നിന്നും 2 മഹതികൾ രാജിവെച്ച് കളഞ്ഞു. ആരാണവർ? ഞാനാണവർ, രേവതിയും പത്മപ്രിയയും. കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും കാര്യങ്ങൾ പഴയപടി തന്നെ തുടരുകയാണെന്നുമുള്ള ഉറച്ച തിരിച്ചറിവിൽ ആണത്രേ രാജി പ്രഖ്യാപിച്ചു കളഞ്ഞത്. കഷ്ടമായിപ്പോയി. ഒരു പൂച്ചക്കഞ്ഞു പോലും ഈ ചേച്ചിമാർ അയ്യോടാ രാജിവെച്ചോ എന്ന് തിരക്കില്ല. കാരണം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ പോരാടുന്ന കോപ്പാണല്ലോ തലയിൽ കണ്ണട വച്ച സംഘടന. വേണ്ടപ്പെട്ടവർ എന്ത് പോക്കൃത്തനം കാണിച്ചാലും ഇവർ അറിയില്ല. ഇപ്പോൾ നമ്മുടെ സംവിധായകൻ, പ്രിയപ്പെട്ട സംവിധായകൻ രഞ്ജിത്തിനെ പിടിച്ച് കുറച്ച് നാൾ അകത്തിട്ടു. ഈ ചേച്ചിമാരോ ഇവരോടൊപ്പമുള്ള മറ്റ് 9 എണ്ണമോ മിണ്ടിയോ കമാന്നൊരക്ഷരം മിണ്ടില്ല. രഞ്ജിത്തല്ലേ, നമ്മുടെ 11-ൽ 1-ൻ്റെ ആളല്ലേ, മിണ്ടണ്ട എന്ന് വിചാരിക്കും. ഇപ്പം രാജിവെച്ച 2 എണ്ണം അംഗമായിരിക്കുമ്പോഴല്ലേ അൻസിബ എന്ന നിന്നെയൊക്കെക്കാൾ പ്രായം കുറഞ്ഞ പെങ്കൊച്ചിനെ ഒരുത്തനും ഒരുത്തിയും അപരാധം പറഞ്ഞ് നാറ്റിച്ചത്. രാജിവെച്ച കുലസ്ത്രീകളെ ആ കുലസ്ത്രീകളോ ബാക്കിയുള്ള 9 തലയിൽ കണ്ടവച്ച കൂട്ടങ്ങളോ കമാന്നൊരക്ഷരം ആ പെൺകുട്ടിക്കായി ശബ്ദിച്ചോ? ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് ഈ 15 അംഗ തലയിൽ കണ്ട വെച്ച ബാച്ചുകൾ വിളിക്കൂ. ബാക്കി 11 കഴിഞ്ഞ് 12ാമത്തവൻ്റെ കാര്യമൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും കാരവാനിൽ പീഡിപ്പിച്ചു എന്ന് പറയാനാണ് ഇഷ്ടം. രഞ്ജിത്തും കാരവാനിലാണത്രേ പീഡിപ്പിച്ചത്. എന്തേ ചേച്ചിമാരെ ഇത്തരം ഐറ്റംസുകളെ പ്രതിരോധിക്കാത്തത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഐറ്റംസും വേറൊരു പെണ്ണും കൂടി മരിച്ചുപോയ മഹാനായ MT-യെ അപരാധം പറഞ്ഞ് പറയരുതെന്ന് അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികൾ പറഞ്ഞിട്ട് പോലും പുസ്തകമിറക്കി കാശടിച്ചു. അങ്ങനെ ചെയ്യരുതെന്ന് ഈ തലയിൽ കണ്ട വെച്ച 11 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം, അല്ല 11-ൽ 1 എഴുതിയത്, ബാക്കി 10 എണ്ണത്തിൽ ഒരെണ്ണം, ഈ തലയിൽ കണ്ട വെച്ച ഒരെണ്ണം MT-യെക്കുറിച്ച് മരിച്ച ശേഷം അങ്ങനെ എഴുതരുത്, നല്ല തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ MT ജീവിച്ചിരിക്കുമ്പോൾ എഴുതണമായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. കാരണം പറയില്ല. പിന്നെ നിങ്ങളുടെ രാജിയും കോപ്പുമൊക്കെ പോയി പണി നോക്ക് പെണ്ണുമ്പിള്ളേ എന്നേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. എത്ര മണിക്കാണ് മീറ്റിംഗ്? 11 മണിക്ക് അമ്മ ഓഫീസിലോ? ഞാനൊന്നും ഇന്ന് വരെ മീഡിയസിനോടൊന്നും പറഞ്ഞിട്ടില്ല. 11 o'clock. എനിക്ക് മീഡിയസ് നല്ല ഈ ലോകത്താരെയും വിശ്വാസം ഇല്ലാതായോ? അല്ലല്ല, അത് പിഷു. അപ്പൊ പിന്നെ പിഷു ലൈക്ക് യുനോ, ഞാൻ അന്നും പറഞ്ഞ പോലെ എനിക്ക് ഒരു അപ്പനേ ഉള്ളൂ, അന്നും എന്നും. അതല്ല ഞാൻ പറയുന്നത്, തനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് നാളെ നിങ്ങളുടെ ഗ്രൂപ്പില് നാളെ മീറ്റിംഗ് കഴിഞ്ഞ് കാര്യം പറയാന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് കുക്കു നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ദാറ്റ് നമുക്ക് നാളെ ഇവരെ കാണാൻ പോകുന്നുണ്ട് എന്ന്. അപ്പൊ പിഷു സാധനങ്ങൾ തരാൻ വേണ്ടി കുക്കു എപ്പ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ കുക്കുവിനോട് പറഞ്ഞു 9 മണിക്ക് കൊണ്ട് തന്നോളാൻ പറഞ്ഞു. അപ്പൊ മീറ്റിംഗ് ഉണ്ടാവില്ല, ഞാനും ഗണേശേട്ടനും മാത്രമേ കുക്കുവിനെ കാണുള്ളൂ. മീറ്റിംഗിനിടെ കുക്കു വരാൻ പാടില്ല. അവിടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ തൊട്ട് നിങ്ങൾ അവിടെ കൊണ്ട് തന്ന കുക്കുവിനോട് പറഞ്ഞേക്കുന്നത്. പിടുത്തം കിട്ടിയോ? അപ്പൊ നമ്മള് ആ 9 മണിക്ക് നമുക്കും വരണെങ്കിലോ? ഒരു കുഞ്ഞു കഥ കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് മുഖത്ത് ചായമിട്ട ഒന്നിനെയുമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥനായ JC സാറാണ്. ഞാൻ ഇന്നും 100% അത് പാലിക്കുന്ന ആളാണ്. തൃക്കാക്കര സീറ്റാകും തനിക്ക് മത്സരിക്കാൻ ലഭിക്കാൻ സാധ്യതയെന്ന് രമേഷ് പിഷാരടി കരുതിയിരുന്നു. എന്നോട് പറഞ്ഞു മിക്കവാറും അത് ഓക്കെ ആവും. ദൗർഭാഗ്യത്തിന് പാലക്കാട് സീറ്റായി. വലിയ ചുവപ്പ് വര വീണ സീറ്റാണല്ലോ പാലക്കാട്.
ഒരു സാഡിസ്റ്റായ ചെറുക്കൻ MLA എന്ന പവറിൽ കാട്ടുകൂട്ടിയ പെൺവിക്രിയകൾ പിന്നെയും പിന്നെയും പറയാൻ എനിക്ക് നാണമുണ്ട്. ആ സീറ്റിൽ ചെന്ന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പെണ്ണും പിള്ളയെ തോൽപ്പിച്ച് കൂട്ടുകാരൻ വരുത്തി വെച്ച നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ മായ്ച്ച് പിഷാരടി ജയിച്ചു. ചെറിയ വായിൽ വലിയ വർത്തമാനം ഒരുപാട് പറഞ്ഞെങ്കിലും പിഷാരടി ഇപ്പോൾ വീണിരിക്കുന്ന ചെളി സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്നത് സത്യം. കൂടെയുള്ള ഒരു സഹപ്രവർത്തകരെയും പ്രത്യേകിച്ച് സ്ത്രീ ലിംഗക്കാരെ ഇനിയെങ്കിലും കണ്ണുമടച്ച് പിഷാരടി വിശ്വസിക്കരുത്. നിങ്ങളും ഒരു സിനിമാക്കാരനാണ്, സുന്ദരനാണ്, നർമ്മബോധം ആവശ്യത്തിലധികം ഉള്ളയാളാണ്. MLAയുമായി കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും വരുന്നതിൽ കൊടിയ വിഷം ഉള്ളിൽ സൂക്ഷിക്കുന്ന രാജവെമ്പാലയേക്കാൾ ഉണ്ടാകും എന്ന് പിഷാരടി ഇനിയെങ്കിലും പഠിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് ശ്വാസം അടിക്കരുതെന്നേ. ഏതിലൂടെയാണ് മാറാ രോഗങ്ങൾ വരണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിനെയും കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കരുത് പിഷാരടി. ഇതിൻ്റെയൊക്കെ ശ്വാസം അടിച്ചാൽ തല കറങ്ങും എന്നെങ്കിലും പഠിച്ചാൽ പിഷാരടിക്ക് കൊള്ളാം. എന്നിട്ട് എനിക്ക് ലക്ഷ്മിപ്രിയ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിന്റെ വീഡിയോ എങ്ങനെ ലീക്ക് ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇതുവരെ പാസ്വേഡോ താക്കോലോ ഒന്നും 11 ദിവസമായിട്ട് തന്നില്ല. ഞാൻ കുക്കുവിനെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സൗഹൃദമൊക്കെ ശരിയാണ്, നിങ്ങൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ തന്നില്ലെങ്കിൽ അത് ഭീകരമായ കുഴപ്പമാണ്. നിങ്ങൾ നമുക്ക് എല്ലാ സാധനങ്ങളും എന്നോട് ഷെയർ പറഞ്ഞു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കെങ്കിലും പറ്റില്ല, ഞാൻ എഴുതിയിട്ടേ തരുള്ളൂ. ഞാൻ താക്കോലും ക്യാമറയുടെ പാസ്വേഡും 2 ദിവസത്തിനകം തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കുന്നു പറഞ്ഞിട്ടാണ് നാളെ തരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോ 2 കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? ബിക്കോസ് നമ്മൾ പറയും നമ്മുടെ, അപ്പൊ ഞാൻ എന്റെ തലയിൽ എന്തായാലും എടുക്കൂല. നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സമയത്ത് കണക്കിന് കുഴപ്പമില്ലെന്നുള്ളതാണ് നിങ്ങളുടെ നിരപരാധിത്വം. അല്ല, അതുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തുള്ള മറ്റേ കണക്കാണല്ലോ നമ്മൾ തെളിയിക്കേണ്ടത്. നമുക്ക് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് April 1 തൊട്ടിട്ട് March 31 വരയ്ക്കുള്ള കണക്ക്, അല്ലാതെ നമ്മൾ ജൂൺ 20 ആ കണക്കിൽ കുഴപ്പങ്ങളില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ. കുഴപ്പങ്ങളില്ലെങ്കിൽ നിങ്ങൾ നിരപരാധിയാണല്ലോ. അല്ലല്ല, നമ്മളുടെ കണക്കിലല്ല ഞാൻ പറഞ്ഞത്. ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. ആ നമ്മള് ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ്. നിങ്ങൾ ഫോണിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ദ്വയാർത്ഥമുണ്ട് എന്നത് പരമമായ സത്യം. ഇക്കിളി ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കുമായിരുന്നില്ല എന്നും എനിക്കറിയാം. നിങ്ങൾക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട്, അതിനപ്പുറം ഞാൻ പറയുന്നില്ല. ആ സ്വാതന്ത്ര്യം വെച്ചാണല്ലോ നിങ്ങൾ ചോദിച്ചത് പരിപാടിയൊക്കെ ഇനി എപ്പോഴാണെന്ന്. ആറന്മുള പൊന്നമ്മയോടോ റോസലിൻ ചേച്ചിയെ പോലുള്ള നടിമാരോടോ അല്ലല്ലോ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത്. വൈകിട്ട് എന്താ പരിപാടി എന്ന് മോഹൻലാൽ ഒരു പരസ്യത്തിന് ചോദിച്ചതിൽ ഇളകിയ നാടാണ്. ഇനിയെങ്കിലും പാലക്കാട് MLA സൂക്ഷിക്കണം. ചുറ്റിനും ക്യാമറകളുണ്ട്. നിങ്ങളോട് കൂട്ടുകൂടാൻ വരുന്നവരെല്ലാം നിങ്ങളെ ചതിക്കാൻ നടക്കുന്നവരാണ്, നിങ്ങളുടെ വളർച്ചയിൽ അസൂയുള്ളവരാണ് എന്നുള്ള ബോധം പിഷാരടിക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ നിങ്ങൾ ചോദ്യം ചോദിച്ച ഫോണിൽ ചോദ്യം ചോദിച്ച ആളിനെ കേരളത്തിലെ മലയാളിക്ക് മുഴുവൻ അറിയാം, അവരുടെ ഹിസ്റ്ററി മുഴുവൻ അറിയാം എന്നുള്ളതുകൊണ്ട് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും പിഷാരടിയുടെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. പിഷാരടി ഇനി സൂക്ഷിക്കുക. ഒരെണ്ണത്തിനെ വിശ്വസിക്കരുത്. പ്രത്യേകിച്ചും ജെസ്സി സാറ് പറഞ്ഞതുപോലെ ചായമിട്ട ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്, വലിപ്പിക്കും. അതാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയത്. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ആഴ്ചത്തെ വാരഫലം നമുക്ക് ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.